called to be a Bible teacher. ഞാൻ വിളിക്കപ്പെട്ടത് ഒരു ദൈവവചന അധ്യാപകനായിട്ടാണ്. The greatest occupation of my life during my 44 years of work with God is the systematic study of God's word. കഴിഞ്ഞ 44 വർഷക്കാലം ദൈവത്തോട് ചേർന്ന് നടന്നതിൽ എൻ്റെ ഏറ്റവും വലിയ പണി, ജോലി, പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവവചന പാരായണവും ധ്യാനവും പഠിപ്പിക്കലുമാണ്. My greatest burden and commitment is to teach the whole counsel of God to his people. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവസഭയെ മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്ന സകല ഉപദേശത്തെയും ഒരുമിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. In the church of Jesus Christ, by and large, certain portions of the scripture are repeatedly stressed to the neglect of the other portion. എന്നാൽ ദൈവസഭയിൽ പലപ്പോഴും കാണാറുള്ളത് ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം ഊന്നി വീണ്ടും പറയും, എന്നാൽ ചില ഭാഗങ്ങൾ അത് നാം തഴഞ്ഞുകളയും. But Apostle Paul, he opened up his hands and he said, I kept back nothing that was profitable unto you, and my hands are free from the guilt of blood. എന്നാൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് തന്റെ കൈകൾ രണ്ടും മലർത്തിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനും നിങ്ങൾക്കും നല്ലത് വരുന്ന ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല, ഒന്നും മറച്ചു വെക്കാതെ സകലവും നിങ്ങളുടെ മുൻപാകെ ഞാൻ അറിയിച്ചു. There are certain doctrines that we do not normally hear from our pulpits. നമ്മുടെ പുൽപിറ്റുകളിൽ നിന്ന് നാം കേൾക്കാത്ത, സാധാരണഗതിയിൽ കേൾക്കാത്ത പല ഉപദേശങ്ങളുമുണ്ട്. I have visited several denominations all over the world. പല പ്രസ്ഥാനങ്ങളിലും സഭാ വിഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. Certain things are totally neglected. ചില കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് അങ്ങ് ത്യജിച്ച് തഴഞ്ഞുകളയും. They are conveniently neglected. അവരുടെ ഇഷ്ടം പോലെ അവസരമനുസരിച്ച് അവരതിനെ ഉപേക്ഷിക്കും. That is why there is so much of imbalance in God's church. അതുകൊണ്ടാണ് ദൈവസഭയിൽ പലപ്പോഴും സന്തുലിതാവസ്ഥ ഇല്ലാതിരിക്കുന്നത്. I am angry with some of the preachers who totally neglect that subject. ആ വിഷയം പൂർണ്ണമായിട്ട് തഴഞ്ഞു കളയുന്ന പ്രസംഗകരെ ഓർത്ത് ഞാൻ അങ്ങേയറ്റം വിഷമിക്കുന്നു. അവരോട് എനിക്ക് ദേഷ്യമുണ്ട്. And that subject I am going to speak to you this morning. ഇന്ന് രാവിലെ കാലം ആ വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. It is a very unpopular subject. അത് പ്രശസ്തമല്ലാത്ത ഒരു വിഷയമാണ്. Very rarely preachers touch on that subject. വളരെ ചുരുക്കം പ്രസംഗകരെ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നുള്ളൂ. But it is a very important subject beginning from Genesis to Revelation. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. I want to preach that subject to you this morning. ഇന്ന് രാവിലെ കാലം ആ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Just 1 hour talk and I want your close attention. 1 മണിക്കൂർ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. It is the doctrine of our duty to the poor. ദരിദ്രരോടുള്ള നമ്മുടെ കടമയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള ഉപദേശമാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. This talk will disturb many of you. നിങ്ങളിൽ പലരെയും നിരുത്സാഹപ്പെടുത്തും, ഒരുപക്ഷേ നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന ഒരു സംസാരമായിരിക്കും ഇത്. Truth is truth whether you say it or not. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരിവെച്ചാലും ഇല്ലെങ്കിലും സത്യം സത്യം തന്നെയാണ്. What is our duty to the poor? That's what I'm going to speak to you this morning. ദരിദ്രരോടുള്ള നമ്മുടെ കടമകൾ, കർത്തവ്യങ്ങൾ അതെന്തൊക്കെയാണ്? I'm going to explain to you why this doctrine is so important. ഈ ഉപദേശം എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് നിങ്ങളോട് ഞാൻ പറയാം. There was a rugged preacher by River Jordan. ജോർദാന്റെ തീരത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ ഉണ്ടായിരുന്നു. He preached repentance to the people. മാനസാന്തരത്തിന്റെ സന്ദേശം ജനത്തോട് അവൻ അറിയിച്ചു. He said, right now the axe is laid at the root of every tree. അവൻ പറയുന്നത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ കോടാലി വെച്ചിരിക്കുന്നു എന്നാണ്. Every tree that does not bring forth good fruit, it shall be cut down and thrown into fire. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത മരമൊക്കെയും അതൊക്കെയും മൂടോടെ വെട്ടി തീയിലേക്ക് ഇട്ട് കളയുമെന്ന് പറയുന്നു. For fruits worthy of repentance. മാനസാന്തരത്തിന്റെ ഫലം നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നു. When people heard him, they did not understand what this rugged preacher was talking about. യോഹന്നാൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ജനത്തിന് ഇത് മനസ്സിലായില്ല. ഈ പ്രസംഗകൻ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് എന്താണ്? He was speaking about repentance and baptism of repentance. മാനസാന്തരത്തെ കുറിച്ചും മാനസാന്തര സ്നാനത്തെ കുറിച്ചുമാണ് ഈ മനുഷ്യൻ പറയുന്നത്. People did not understand what he was meaning. അവൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ജനത്തിന് മനസ്സിലായില്ല. So they came to him and asked him a question. അവന്റെ അടുത്തേക്ക് വന്നവർ ഒരു ചോദ്യം ചോദിച്ചു. What shall we do? ഞങ്ങൾ എന്ത് ചെയ്യണം? You are talking about acts. നീ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നു. You are talking about the root of the tree. വൃക്ഷത്തിന്റെ വേരിനെ കുറിച്ച് നീ പറയുന്നു. You are talking about fire and baptism with fire. ആത്മാവിലുള്ള സ്നാനം, തീയിലുള്ള സ്നാനം, ഇതിനെ കുറിച്ച് നീ പറയുന്നു. You are talking about fruits of repentance. മാനസാന്തരത്തിന്റെ ഫലത്തെ കുറിച്ച് നീ വാദോരാതെ പറയുന്നു. What do all these things mean? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? What shall we do? ഞങ്ങൾ എന്തു ചെയ്യണം? Give us something very specific. വളരെ വ്യക്തമായി ഞങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം തരിക. You know what that man of God said? ദൈവമനുഷ്യനായ മനുഷ്യൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? If you have got 2 shirts, give 1 shirt to the one who doesn't have anyone. നിങ്ങൾക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ അതില്ലാത്ത ഒരുവന് ഒരെണ്ണം കൊടുക്കണം.
If you have got too much of food, share with someone who is hungry and who is dying. നിങ്ങൾക്ക് ഭക്ഷണം ധാരാളമുണ്ടെങ്കിൽ വിശന്നിരിക്കുന്നവനെ അത് പങ്കുവയ്ക്കണം. I think that was the last and the least answer these people would have ever expected. ആ ജനം പ്രതീക്ഷിച്ച ഏറ്റവും താഴത്തെ ഇങ്ങേയറ്റത്തെ ഉത്തരവായിരിക്കും ഒരുപക്ഷെ ഈ ഉത്തരം. First answer for the question on repentance was charity. മാനസാന്തരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ദരിദ്രരോട് നാം കാണിക്കുന്ന അനുകമ്പയാണ്. Jesus Christ came to preach the gospel. സുവിശേഷം പ്രസംഗിക്കുവാനായി യേശു വന്നു. He began to perform miracles. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്ഥാപിക്കുവാനായി തുടങ്ങി. And John the Baptist was imprisoned. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടു. He was very disturbed. തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ താൻ അഭിമുഖീകരിക്കുകയാണ്. Worrying and wondering what happened to him. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് താൻ വേദനയോടെ തന്നെ നോക്കുകയാണ്. So he picked up two of his disciples. രണ്ട് ശിഷ്യന്മാരെ താൻ തിരഞ്ഞെടുത്തു. And he sent them to Jesus. യേശുവിന്റെ അടുത്തേക്ക് അവരെ അയക്കുക. Please go and ask Jesus whether he was the Messiah or were they to wait for another Messiah. നിങ്ങൾ യേശുവിന്റെ അടുത്ത് എന്ന് ചോദിക്കണം, വരുവാനുള്ള മസിയ നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന്. These two disciples of John the Baptist went to Jesus Christ and put forth that question. യോഹന്നാന്റെ ശിഷ്യന്മാർ രണ്ടുപേരും യേശുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ചോദ്യം യേശുവിനോട് ചോദിക്കുക. You know what Jesus said? എന്താണ് യേശു പറഞ്ഞതെന്ന് അറിയാമോ? Here dumb are speaking. ഇവിടെ സംസാരിക്കുവാൻ കഴിവില്ലാത്തവർ സംസാരിക്കുന്നു. Deaf hear. ചെകിടന്മാർ കേൾക്കുന്നു. Blind see. കുരുടന്മാർ കാണുന്നു. And what did he say further on? പിന്നീട് എന്താണ് യേശു പറഞ്ഞത്? The poor have the gospel preached to them. ദരിദ്രരോട് സുവിശേഷം അറിയിക്കപ്പെടുന്നു. Go and tell John the Baptist what you see and hear. ഇവിടെ നീ കാണുന്നത് പോയി യോഹന്നാൻ സ്നാപകനോട് പറയൂ. What was the attesting sign of the messianic ministry? എന്താണ് മശിഹായിക ശുശ്രൂഷയുടെ ഉറപ്പിക്കുന്ന അടയാളം എന്ന് പറയുന്നത്? Gospel of the Lord is preached to the poor. ദരിദ്രരോടുള്ള ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുന്നതാണ്. What is pure religion? എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്? In the whole New Testament there is only one book in which definition for true Christianity is given. ഒരു സത്യ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് നല്ല ഒരു ഡെഫിനിഷൻ തരുന്ന ഒരു പുസ്തകം ബൈബിളിൽ ഒന്നേ ഉള്ളൂ. There are explanations elsewhere. മറ്റ് സ്ഥലങ്ങളിൽ അതിന്റെ വിശദീകരണം കണ്ടെന്നിരിക്കും. But there is only one book where there is a definition for true Christianity. എന്നാൽ അതിനൊരു ഡെഫിനിഷൻ തരുന്ന ഒരൊറ്റ പുസ്തകം മാത്രമേ ബൈബിളിലുള്ളൂ. That is the book of James. അത് യാക്കോബിന്റെ ലേഖനമാണ്. And you can read that chapter, first chapter, verse 27 when you get back home. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒന്നാം അധ്യായം 27 അത് വാക്യം വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. You know what that word says? ആ വാക്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? Pure and undefiled religion before God the Father is this. ഇതാണ് ദൈവത്തിന്റെ മുൻപാകെ കുറ്റമില്ലാത്ത നല്ല ഭക്തി എന്ന് പറയുന്നത്. What is that? എന്താണത്? To visit the fatherless and widows in their affliction. പിതാവില്ലാത്തവരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. And secondly, രണ്ടാമതായി to keep oneself unspotted from the world. ഈ ലോകത്ത് നിന്നുള്ള അഴുക്കിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. We have spent lot of time with the second aspect, but we have neglected the first aspect. ഈ ലോകത്തിന്റെ അഴുക്കിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പോയിന്റ് നമ്മൾ തൊടാറേയില്ല. We talk so much about separation, നാം വേർപാടിനെ കുറിച്ച് ധാരാളം സംസാരിക്കും. about holiness, ആ വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കും. perfection. ആ പൂർണ്ണതയെ കുറിച്ച് സംസാരിക്കും. One things we talk about. 101 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നാം What പറയും. is the first thing? എന്നാൽ ഒന്നാമത്തെ കാര്യം എന്താണ്? True religion. എന്താണ് യഥാർത്ഥ ഭക്തി? Undefiled religion before God the Father. എന്താണ് അഴുക്ക് വരാത്ത ഭക്തി ദൈവത്തിന്റെ മുൻപാകെയുള്ളത്? Visit the fatherless and orphans in the trouble. പിതാവില്ലാത്തവരെ അനാഥരെ അവരുടെ സങ്കടത്തിൽ നിങ്ങൾ ചെന്ന് കാണണം. Preaching Bible to you. ഞാൻ ദൈവവചനമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. Preaching what my Bible says. എന്റെ ബൈബിൾ എന്താണ് പറയുന്നത് അത് സത്യമായി നിങ്ങളോട് സംസാരിക്കുന്നു. Your Bible also says the same thing. നിങ്ങളുടെ ബൈബിളും പറയുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. We all know a very important text from book of James. യാക്കോബിന്റെ ലേഖനത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. James said, എന്താണ് യാക്കോബ് പറയുന്നത്? faith without works is dead. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ചത്തതാണെന്നാണ് പറയുന്നത്. Once again, ഒരു പ്രാവശ്യം കൂടി. faith without works is dead. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമാണ്. After the apostle made such a daring statement, അത്തരത്തിലെ ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അപ്പോസ്തലൻ പറഞ്ഞ ശേഷം he gave a small example. ഒരു ചെറിയ ഉദാഹരണം അവൻ തരിക. You know what example he gave? എന്താ ഉദാഹരണമാണ് അവൻ തരുന്നത്? You know what was the first example he gave? താൻ തന്ന ആദ്യത്തെ ഉദാഹരണം എന്താണ്? If your brother or sister is clothless and foodless, നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ വസ്ത്രമില്ലാതെയോ ഭക്ഷണം കഴിക്കുവാനില്ലാതെയോ ഇരുന്നാൽ, one of you tell them, don't worry, praise the Lord, hallelujah, God bless you, I'll be praying for you. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് നിങ്ങൾ ഒരുവൻ അവനോട് പറഞ്ഞാൽ It's a religious nonsense. അതാണ് വിഡ്ഢിത്തം. ഭക്തിപരമായ വിഡ്ഢിത്തം, മതപരമായ വിഡ്ഢിത്തം. Religion is vain. ആ ഭക്തി
നിർജീവമാണ്, അത് കൊള്ളരുതാത്തതാണ്. What that man need is not peace. What that man needs is a slice of bread. ഇപ്പോൾ ആ മനുഷ്യനായിരിക്കുന്നത് വേണ്ടിയിരിക്കുന്നത് നിന്റെ പ്രസംഗവും സമാധാനവും ഒന്നുമല്ല. അവൻ ഒരു കഷ്ണം അപ്പമാണ്, റൊട്ടിയാണ് ആവശ്യമായിരിക്കുന്നത്. Shirt. അവനൊരു ഷർട്ട് നൽകണം, ഉടുപ്പ് നൽകണം, അവനൊരു ഷോള് നൽകണം, Give him a very warm hot supper. ഒരു നല്ല ചൂടുള്ള അത്താഴം അവന് വാങ്ങിച്ചു കൊടുക്കുക. This is where Christianity has failed. ഇവിടെയാണ് ക്രിസ്തീയ മതം പരാജയപ്പെട്ടത്. That is why most of our faith is dead. അതുകൊണ്ടാണ് നമ്മുടെ പലരുടെയും വിശ്വാസം നിർജീവമാണ്, ചത്തതാണെന്ന് പറയുന്നത്. If you get angry with me, don't get angry with me. Get angry with your Bible. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് തോന്നരുത്, നിങ്ങളുടെ ബൈബിളിനെ നോക്കി അങ്ങ് കോപിച്ചു. My Bible says faith without works is dead. എന്റെ ബൈബിൾ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ചത്തതാണ്. What is faith without works? എന്താണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം? When you have so much, but your neighbor doesn't have anything, if you don't share your bread with him, that is faith without works. നിങ്ങൾക്ക് ധാരാളമുണ്ട്, നിങ്ങളുടെ അയൽവക്കക്കാരൻ ഒന്നുമില്ല, എന്നാൽ അവന് കൊടുക്കാതെ നിങ്ങൾക്കായി തന്നെ സ്വരുക്കൂട്ടി വെച്ചിരുന്നാൽ അതാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. Why did the rich man go to hell? എന്തുകൊണ്ടാണ് ആ സമ്പന്നനായ വ്യക്തി നരകത്തിൽ പോയത്? Answer my question. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം Why നൽകാമോ? did the rich man go to hell? ധനവാൻ എന്തുകൊണ്ടാണ് പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് പോയത്? Did he steal somebody's property? ആരുടെയെങ്കിലും സമ്പത്ത് അവൻ മോഷ്ടിച്ചോ? Did he commit any murder? ഏതെങ്കിലും കൊലപാതകം അവൻ ചെയ്തോ? Did he run away with another man's wife? മറ്റൊരു വ്യക്തിയുടെ ഭാര്യയുമായിട്ട് അവൻ ഒളിച്ചോടിയോ? Why did that man go to hell? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ നരകത്തിൽ പോയത്? He was not a murderer, അവനൊരു കൊലയാളി ആയിരുന്നില്ല, an adulterer, ഒരു വ്യഭിചാരി ആയിരുന്നില്ല, അവൻ not an idolater. അവനൊരു ബിംബാരാധനയുമായിരുന്നില്ല, He was a good man. ഒരു നല്ല മനുഷ്യനായിരുന്നു Why അവൻ. did he go to hell? പക്ഷെ എന്തുകൊണ്ട് അവൻ പാതാളത്തിൽ പോയി? He did not take care of Lazarus. അവൻ ലാസറിനെ ശ്രദ്ധിച്ചില്ല, അതായിരുന്നു ഒരു കാരണം. Only sin. ആ ഒരൊറ്റ പാപമേ അവൻ ചെയ്തുള്ളൂ. How do I say that? എന്തുകൊണ്ട്, എങ്ങനെയാണ് ഞാനത് പറയുന്നത്? This man from hell lifts up his eyes towards heaven. ആ മനുഷ്യൻ പാതാളത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അവൻ പറയുക, There was Abraham and Lazarus was in the bosom of Abraham. അവിടെ അബ്രഹാമുണ്ട്, അബ്രഹാമിന്റെ മടിയിൽ ലാസറെ അവൻ കാണുന്നു. He said, don't give me a tumbler of water, give me one drop of water. അവനൊരു ഗ്ലാസ് വെള്ളമല്ല ചോദിച്ചത്, ഒരു തുള്ളി വെള്ളം തരാമോ എന്നാ ചോദിച്ചേ. You know what Abraham answered? അബ്രഹാം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? My son, എന്റെ മകനെ, I am very sorry. എനിക്ക് വളരെ വിഷമമുണ്ട്. While you were on the earth, you enjoyed everything in plenty. നീ ഭൂമിയിലായിരുന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നീ ആസ്വദിച്ചു. This Lazarus was living in poverty. എന്നാൽ ഈ ലാസർ ജീവിതത്തിൽ ദരിദ്രനായിട്ട് ജീവിച്ചു. Now he is enjoying, but you are now suffering. ഇപ്പോൾ ലാസർ ഇതെല്ലാം ആസ്വദിക്കുന്നു, പക്ഷേ നീ കഷ്ടം അനുഭവിക്കുന്നു. Will a man go to hell just because of this reason? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഏതെങ്കിലും മനുഷ്യൻ നരകത്തിൽ പോകുമോ? No, that's a question I want you to understand. നിങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. If you don't consider poor people, is it such a great sin? പാവങ്ങളെ കാണാതെ അവർക്ക് നേരെ കണ്ണു തുറക്കാതെ പോയാൽ അത് ഇത്ര വലിയ പാപമാണോ? Is it such a great sin? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും വലിയ പാപമാണോ അത്? Is it such a great sin to land you in hell? പാതാളത്തിൽ പോകുവാൻ, നരകത്തിൽ പോകുവാൻ പര്യാപ്തമായ ഒരു പാപമാണോ അത്? Hey, you go to the right. നിങ്ങൾ വലതുവശത്തേക്ക് പോവുക, Hey, you go to the left. നിങ്ങൾ ഇടതുവശത്തേക്ക് പോവുക. Right, left, right, left. ഇടതും വശവും ഇടതും വലതും ഇടതും വലതും. And those people on the right, വലതുമുള്ളവരോട് you go and enter the kingdom of God. നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാം. Why? എന്തുകൊണ്ട്? I was sick, you visited me. ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. I was hungry, you fed me. ഞാൻ വിശപ്പുള്ളവനായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം I തന്നു. was clothless, you clothed me. ഞാൻ വസ്ത്രമില്ലാതെ ഇരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. I was a stranger, you housed me. ഞാൻ ഒരു പരദേശിയായിരുന്നു, പക്ഷേ നീ എന്നെ സ്വീകരിച്ചു. I was imprisoned, you visited me. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. Jesus, യേശുവേ, you are a healer. നീ ഒരു സൗഖ്യദാതാവാണ്. When were you sick? നീ എപ്പോഴാ രോഗിയായി കിടന്നതാ? You provided bread for more than 5,000 people. 5000-ൽ കൂടുതൽ ആളുകൾക്ക് അപ്പം നീ നൽകി കൊടുത്തു. When were you breadless? നീ എപ്പോഴാ അപ്പമില്ലാതെ വിശപ്പുള്ളവനായിട്ടായിരുന്നേ? Delivering people from imprisonment. ആ കാരാഗ്രഹത്തിൽ നിന്ന് ആളുകളെ നീ വിടുവിച്ചു. When were you in prison? നീ എപ്പോഴാണ് കാരാഗ്രഹത്തിൽ കിടന്നത്? My Lord will say, എന്റെ കർത്താവ് ഇപ്രകാരം പറയും, what you have done to these little ones, you have done unto ഈ me. ചെറിയവരിലൊരുത്തന്നെ ചെയ്തിടത്തോളം എല്ലാം നീ എനിക്കാകുന്നു ചെയ്തത്. And the leftist will ask a question. ആ ഇടത്
കാരാഗ്രഹത്തിൽ നിൽക്കുന്നവർ ചോദ്യം ചോദിക്കും, I was in prison, you never visited me. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടില്ല. Were you in prison and that we did not visit അയ്യോ, you? എപ്പോഴാണ് നീ കാരാഗ്രഹത്തിൽ കിടന്നത്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. Hey, what you did not do to the poor people, you did not do to ഈ me. ദരിദ്രനോട് നീ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കോ എന്നോടാകുന്നു നീ ചെയ്യാതിരുന്നത്. Am I preaching an important doctrine to you? ഞാൻ സത്യമായ പ്രധാനമുള്ള ഒരു ഉപദേശമാണോ നിങ്ങളോട് സംസാരിക്കുന്നത്? You are all keeping your Bible in your hand. നിങ്ങളെല്ലാവരും വേദപുസ്തകം നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടോ? Please answer this question. നിങ്ങൾ ഉത്തരം പറ. Am I teaching an important doctrine to you? പ്രാധാന്യമുള്ള ഒരു ഉപദേശമാണോ ഞാൻ പ്രസംഗിക്കുന്നത്? A doctrine that will decide your eternal destiny. നിങ്ങളുടെ ഭാവികാല നിത്യതയെ കുറിച്ച് ബോധം വരുത്തുന്ന, അത് ഏതാണെന്ന് നിർണയിക്കുന്ന ഒരു ഉപദേശമാണിത്. What does the Bible say? എന്താണ് ദൈവവചനം പറയുന്നത്? Turn with me in the book of Leviticus. ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. Look at the 19th chapter. 19-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കുക. I will read to you verses 9 and 10. 9-10 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. Leviticus 19, 9 and 10. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9-10 വാക്യങ്ങൾ. When you reap the harvest of your land, നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ you shall not wholly reap the corners of your field, ആ വയലിന്റെ അരികെ ചേർത്ത് നിങ്ങൾ കൊയ്യരുത്. nor shall you gather the gleanings of your harvest. നിങ്ങളുടെ കൊയ്ത്തിൽ നിങ്ങൾ കാലാ പെറുക്കുകയും അരുത്. You shall not glean your vineyard, nor shall you gather every grape of your vineyard. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെയും അവശേഷിക്കുന്ന കാല നിങ്ങൾ പെറുക്കിയെടുക്കരുത്. You shall leave them for the poor and the stranger. അത് ദരിദ്രനും പരദേശിക്കും വേണ്ടി നീ അങ്ങ് മാറ്റിവെക്കണം. I am the Lord your God. ഞാൻ നിങ്ങളുടെ കർത്താവാകുന്ന യഹോവയാകുന്നു. You know, when we read the Bible, നാം ദൈവവചനം വായിച്ചപ്പോൾ, my wife and I read that passage of the Bible, ഞാനും എന്റെ ഭാര്യയും ഇരുന്ന് ആ ഭാഗം വായിച്ചപ്പോൾ we were convicted of a sin that we were committing. ഞങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പാപത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധം വന്നു. We had planted 5 coconuts in our compound wall in our house in Vellore. ഞങ്ങളുടെ വെല്ലൂരിലുള്ള ഞങ്ങളുടെ ഭവനത്തിന്റെ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് 5 തെങ്ങുകൾ ഉണ്ട്, തെങ്ങ് നട്ടിട്ടുണ്ട്. They are all hybrid variety. അത് നല്ല ഇനത്തിലുള്ള തെങ്ങുകളാണ്. Oh, when I talk about coconut, every one of you sit there. ഞാൻ തേങ്ങയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. നേരെ ഇരിക്കുക. That is Kerala. അതാണ് കേരളം. Very good. നല്ല കാര്യം. And all the 5 coconuts started yielding very quickly. വളരെ പെട്ടെന്ന് ഈ 5 തെങ്ങും അതിന്റെ ഫലം തരാനായിട്ട് തുടങ്ങി. And we were very happy. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. Then you know these coconut trees, they started felling and dropping one by one their leaves. എന്നാൽ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഓലകൾ ഓരോന്ന് ഇതിൽ നടന്നു വീഴാനായിട്ട് തുടങ്ങി. You know what I said? ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? Collect all the leaves that have dropped തറയിൽ വീഴുന്ന ഈ ഓലകളെല്ലാം എടുക്കുക. and take them and keep them as firewood to make hot water during winter. തണുപ്പ് കാലത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടി തീയരിക്കുവാനായിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാം. Hey Stanley, what are you? സ്റ്റാൻലി, നീ എന്താ ചെയ്യുന്നേ? Can you not make hot water in your oven? നിനക്കുള്ള ഓവനിൽ വെള്ളം ചൂടാക്കി കൂടെ? Can you not make hot water in your heater? നിനക്കുള്ള ഹീറ്ററിൽ വെള്ളം നിനക്ക് ചൂടാക്കി കൂടെ? Why do you want these 3 leaves? ഈ ഓല നിനക്ക് എന്തിനാണ് ആവശ്യം? There are so many poor people without a proper shed in their house. അവർ വീടുകളില്ലാത്ത, മേൽക്കൂരയില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെയുണ്ട്. What a stingy preacher you are. You are a preacher. നീ എന്തോ ഒരു അരിപ്പനായ പ്രസംഗകനാ. And why are you wanting even that leaf? ആ ഇലയും കൂടെ നീ അങ്ങ് വെച്ചോണ്ടിരിക്കുന്നത് The എന്തിനാ? moment leaves drop, you immediately ask the poor people of your area to come and collect it. ആ ഓലമടല താഴെ വീഴുന്ന നിമിഷം തന്നെ നിന്റെ അയലോക്കത്തുള്ള പാവങ്ങളെ വിളിച്ചെടുത്തോണ്ട് പോകാൻ പറയണം. We started obeying. ഞങ്ങൾ അത് അനുസരിക്കാനായിട്ട് What തുടങ്ങി. I am preaching this morning is preaching out of my conviction. എന്റെ പാപത്തിന്റെ ബോധത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് That is what സംസാരിക്കുന്നത്. God said. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, When you are harvesting your crop, നിങ്ങളുടെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ don't go out the corner. അതിന്റെ അരികെ ചേർത്ത് നിങ്ങൾ കൊയ്യരുത്. All that thing you leave it to the poor people. അത് പാവങ്ങൾക്കും പരദേശികൾക്കും ഇട്ടേക്കുക. Why? എന്തുകൊണ്ടാ? I am the Lord God. ഞാൻ കർത്താവാകുന്ന ദൈവമാകുന്നു. That's what God says there. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. It's a very serious doctrine. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. Don't take everything for you. എല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി എടുക്കരുത്. For the poor people. പാവങ്ങൾക്ക് വേണ്ടി വെക്കേണ്ടുന്നത് വെക്കണം. Why? എന്തുകൊണ്ടാ? I am the Lord your God. ഞാൻ നിങ്ങളുടെ കർത്താവാകുന്ന ദൈവമാകുന്നു. I study the Bible as it is. ഞാൻ ബൈബിൾ ആയിരിക്കുന്നത് പോലെ പഠിക്കുന്ന And I'm വ്യക്തിയാണ്. preaching to you as it is. ഞാൻ അതേ തലത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. What did Job say? യോബ് എന്താണ് പറഞ്ഞത്? He was a great man of God. ദൈവത്തിന്റെ വലിയ മനുഷ്യനായിരുന്നു Turn അദ്ദേഹം. with me to the book of Job
look at chapter 29. 29-ാം അധ്യായം യോബിന്റെ പുസ്തകം നമുക്ക് ശ്രദ്ധിക്കാം. You know, these are some of the texts which we normally forget, but they are very, very important. വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ അവസരമനുസരിച്ച് മറന്നു പോകുന്നതുമായ ഭാഗങ്ങളാണിത്. Look at the 29th chapter. 29-ാം അധ്യായം ശ്രദ്ധിക്കുക. When you find time, read from verse 11 to verse 17. 11-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ സമയമുള്ളപ്പോൾ നിങ്ങൾ വായിക്കുക. I will pick up just one or two sentences here. 1-2 വാചകങ്ങൾ മാത്രം ഞാൻ എടുക്കാം. Look at the 12th verse. 12-ാം വാക്യം ശ്രദ്ധിക്കുക. I delivered the poor who cried out. നിലവിളിച്ച എളിയവനെയും അനാഥനെയും ഞാൻ വിടുവിച്ചു. Verse 13. 13-ാം വാക്യം പറയുന്നു. Second portion, I caused the widow's heart to sing for joy. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി എന്ന് And പറയുന്നു. 15th verse. 15-ാം വാക്യം I പറയുന്നു. was eyes to the blind and feet to the lame. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു എന്ന് Look പറയുന്നു. at the 16th verse. 16-ാം വാക്യം I was ശ്രദ്ധിക്കുക. a father to the poor. ദരിദ്രന്മാർക്ക് ഞാനൊരു പിതാവായിരുന്നു. I searched out the case that I did not know. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു എന്ന് I പറയുന്നു. broke the fangs of the wicked and plucked the victim from his teeth. നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവന്റെ പല്ലിന്റെ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു എന്ന് You know പറയുന്നു. what is important in this passage? ഈ ഭാഗത്ത് എന്താണ് പ്രധാന കാര്യം? Everything he said, I. ഞാൻ എന്നുള്ള വാക്കുകളാണ് യോബ് What does it പറയുന്നത്. mean? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? When it comes to the question of helping the poor, there must be personal involvement. നിങ്ങളെ ദരിദ്രനെ സഹായിക്കുന്ന തലത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായി കാര്യങ്ങൾ ചെയ്യുന്ന തലത്തിലേക്ക് നിങ്ങൾ വരണം. Each person must personally involve himself in relieving the poor. ഓരോ വ്യക്തികളും അവരെ ദരിദ്രരെ വിടുവിക്കുന്നതിനും സ്വതന്ത്രമാക്കുന്നതിനും നൽകുന്നതിനും വേണ്ടി തീരുമാനമെടുക്കണം. അതിനവർക്ക് When കഴിയണം. we talk about the poor people, ദരിദ്രരെ കുറിച്ച് നാം പറയുമ്പോൾ, when we talk about relief work for the poor people, നാം റിലീഫ് വർക്കിനെ കുറിച്ച്, ദരിദ്രന്മാർക്കുള്ള ദുരിതാശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ, Christians, I am asking you a question. ക്രിസ്ത്യാനികളെ നിങ്ങളോട് ഞാനൊരു ചോദ്യം Why ചോദിക്കുക. are you always looking to United States of America? എന്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും അമേരിക്കയെ നോക്കിയിരിക്കുന്നു? Why are you always looking to Germany? ജർമ്മനിയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ആയിരിക്കുന്നു. Don't you have enough money in India? ഇന്ത്യയിൽ നിങ്ങൾക്ക് പണമില്ലയോ? Can you not adopt one orphan in your house? ഒരനാഥനെ നിന്റെ ഭവനത്തിൽ ദത്തെടുക്കുവാൻ നിനക്ക് കഴിവില്ലയോ? Can you not sponsor the education of a widow's son or daughter by yourself? ഒരു വിധവയുടെ മകനെയോ മകളെയോ പഠിപ്പിക്കുവാനുള്ള പണം കൊടുക്കുവാൻ നിന്റെ പക്കൽ പണമില്ലയോ? Why should Americans support Indian orphans? അപ്പൊ അമേരിക്കക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി, പിന്താങ്ങലിന് വേണ്ടി നീ എന്തിനു പോകുന്നു? You don't have money, they can send, but you have money, why should they send? നിനക്ക് പണമില്ലെങ്കിൽ അവർക്ക് അയച്ചു തരാം, എന്നാൽ പണമുള്ളപ്പോൾ എന്തിനയക്കുന്നു? Each of us, we can adopt an orphan. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനാഥനെ ദത്തെടുക്കുവാനായി കഴിയും. Each of us can sponsor one child for education. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ ദരിദ്ര വിദ്യാർത്ഥിയെയും സഹായിക്കുവാൻ നമുക്ക് കഴിയും. You don't need to leave all the relief work to the relief agencies. You must personally involve yourself in relief work. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതുപോലെ ആശ്വാസ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി ഓരോ ഏജൻസിക്ക് വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി നമുക്ക് ചെയ്യുവാൻ കഴിവുള്ളത് You know പലതുണ്ട്. what Job said further on? അതിനുശേഷം യോബ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? If I had not helped the poor people, ഞാൻ അവരെ സഹായിച്ചില്ലെങ്കിൽ, if I had not given this ministry of deliverance to the poor people, ഈ ദരിദ്രന്മാരെ വിടുവിക്കുന്ന ശുശ്രൂഷ ഞാൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ, let my shoulder and my hand fall. എന്റെ കൈയും എന്റെ തോളും വീണു പോകട്ടെ എന്നാണ് പറയുന്നത്. Oh, I tell you, it is a very difficult prayer to say like that. ഇത് വലിയൊരു പ്രാർത്ഥനയാ, പ്രാർത്ഥിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. If I had not given liberally to the poor people, ഞാൻ സൗജന്യമായി ധാരാളമായി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, I had not uplifted the poor and the widows, ആ ദരിദ്രനെയും വിധവയെയും ഉയർത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, let my right hand be paralyzed. എന്റെ വലത്തെ കൈ തളർന്നു പോകട്ടെ. Some of us make this prayer, but next convention you need lot of crutches and wheelchairs in the church. ഈ പ്രാർത്ഥന നമ്മൾ പലരും പറഞ്ഞാൽ അടുത്ത കൺവെൻഷന് വരുമ്പോ ഇവിടെ ധാരാളം ഊന്നുവടികളും വീൽ ചെയറുകളും ആവശ്യമായി വരും. Brothers, I am not exaggerating. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പൊടുപ്പും തൊങ്കലും വെച്ച് പറയുകയല്ല. I am not listening to a theologian. ഒരു ദൈവ തിയോളജിനെ നിങ്ങൾ ശ്രദ്ധിക്കുകയല്ല. I am listening to an engineer, a civil engineer who is known for practicality in whatever he does. അവൻ താൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും പ്രായോഗിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു എഞ്ചിനീയറെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. I know what I am talking about. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I believe in practical religion. പ്രായോഗിക ഭക്തിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. Brothers and sisters, പ്രിയ സഹോദര സഹോദരി, you know who our God is? നമ്മുടെ കർത്താവ് ദൈവം ആരാണെന്ന് അറിയാമോ? There are so many names for God in the Old Testament. പഴയ നിയമത്തിൽ ദൈവത്തിന് പല പേരുകളുണ്ട്. But you know what is one dominating name given to our God in the Old Testament? പഴയ നിയമത്തിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു നാമമുണ്ട്. He is a God of the poor.
ദരിദ്രന്റെ ദൈവം എന്നാണ് പറയുന്നത്. Let us all clap our hands to our God of the poor. എളിയവന്റെ ദൈവത്തിന് കരങ്ങളടിച്ച് നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. That is the very name of Jehovah. യഹോവയുടെ നാമം എളിയവന്റെ ദൈവം എന്നുള്ള നാമമാണ്. He is the God of the poor. എളിയവന്റെ ദൈവമാണവൻ. Read that in the 10th Psalm. 10ാമത്തെ സങ്കീർത്തനത്തിൽ അത് ഇപ്രകാരമാണ് And you വായിക്കുന്നത്. are reading it in the 68th Psalm. 68ാം സങ്കീർത്തനത്തിൽ അത് വായിക്കുന്നു. You are reading it in the 35th Psalm. 35ാം സങ്കീർത്തനത്തിൽ വീണ്ടും അത് വായിക്കുന്നു. So many places God has manifested and revealed himself as the God of the poor. എളിയവരുടെ ദരിദ്രരുടെ ദൈവമായിട്ട് ധാരാളം ഭാഗങ്ങളിൽ ദൈവത്തെ കുറിച്ച് കാണുവാനായി കഴിയുന്നുണ്ട്. What was the ministry of Jesus? യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? Do you know what was the ministry of Jesus? നിങ്ങൾക്കറിയാമോ യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്ന്? The Spirit of the Lord is appointed on me. എന്നിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. The Spirit of God has anointed me. ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. What? എന്തിനു വേണ്ടി? What is the first thing? ആദ്യത്തെ കാര്യം എന്താണ്? All of you who know the Bible, you should answer this question. ദൈവവചനം അറിയാവുന്ന നിങ്ങൾ എല്ലാവരും ഇതിന് ഉത്തരം പറയണം. The Spirit of God is upon me. ദൈവം എന്നെ അഭിഷേകം The ചെയ്തിരിക്കുന്നു. Spirit of the Lord has anointed me. ദൈവത്തിന്റെ ആത്മാവ് എന്നെ അഭിഷേകം What is ചെയ്തിരിക്കുന്നു. the first reason? ഒന്നാമത്തെ കാരണം എന്താണ്? All of you answer this question in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാവരും ഇതിന് ഉത്തരം പറയണം. You know what is the first answer? ഒന്നാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാമോ? To preach the gospel to the poor. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ. That's why I said this is the most important doctrine. ഇത് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണെന്ന് ഞാൻ പറയുവാൻ കാരണം ഇതാണ്. Talking about anointing of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നു. Dear brothers, we are talking about anointing of the Holy Spirit. പ്രിയ സഹോദര, അഭിഷേകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. What for? എന്തിനു വേണ്ടിയാണ്? Not to be jumping to the roof and tearing all the mats underneath. ഈ തുള്ളിച്ചാടിക്കൊണ്ട് മേലോട്ടും താഴോട്ടും ചാടി പാ മുഴുവൻ കീറുവാനല്ല. That is not why we are anointed with the Spirit. അതിനു വേണ്ടി അല്ല നീ അഭിഷേകം We are പ്രാപിച്ചിരിക്കുന്നത്. anointed with the Spirit. എന്തിനു വേണ്ടിയാണ് നീ അഭിഷേകം Preach പ്രാപിച്ചിരിക്കുന്നത്? the gospel to the poor. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനാണ്. I'm preaching the Bible to you. ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത് ദൈവവചനമാണ്. I'm preaching the word of God to you. ദൈവത്തിന്റെ സന്ദേശമാണ് ഞാൻ നിങ്ങളോട് On the സംസാരിക്കുന്നത്. day of Pentecost, പെന്തക്കോസ്ത് ദിനത്തിൽ the Holy Spirit came on people. ദൈവത്തിന്റെ ആത്മാവ് ജനത്തിന്റെ മേലേക്ക് The വന്നു. Bible says, ദൈവവചനം എന്താണ് they പറയുന്നത്? were all filled with the Holy Ghost അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. and began to speak with other tongues as the Spirit gave them utterance. അവർക്ക് പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിക്കുവാൻ That തുടങ്ങി. was not all. അവിടെ തീർന്നില്ല. That's what we read in Acts 2:4. അത് അപ്പോസ്തല പ്രവൃത്തി 2:4 വായിക്കുന്ന കാര്യം. What do we read further on? വീണ്ടും എന്താണ് വായിക്കുന്നത്? You don't stop with Acts 2:4. 2:4 കൊണ്ട് നിർത്തരുത്. That is not full gospel. അത് പൂർണ്ണ സുവിശേഷമല്ല. That is half gospel. അത് പകുതി If സുവിശേഷമാണ്. you stop with Acts 2:4, that is half gospel. 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിർത്തുകയാണെങ്കിൽ അത് പാതി What സുവിശേഷമാണ്. is full gospel? എന്താണ് പൂർണ്ണ You സുവിശേഷം? must go up to Acts 2:44. 2:44 വരെ പോകണം. 2:4 is half gospel. 2:4 പകുതി സുവിശേഷം. You must go to 2:44. Only then it is full gospel. 2:44 വരെ വായിച്ചാലേ അത് പൂർണ്ണ സുവിശേഷമാകത്തുള്ളൂ. What is 2:44? 2:44 എന്ന് പറയുന്നു. They sold all their property അവരുടെ വസ്തുവകളൊക്കെയും അവർ വിറ്റ് കളഞ്ഞു. and laid it at the apostles' അത് feet. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അവർ കൊണ്ടുവച്ചു. What for? എന്തിനു വേണ്ടി? Not to keep in the account of the pastor. ആ പാസ്റ്ററിന്റെ അക്കൗണ്ടിൽ അത് ഇടാനല്ല. No. അല്ല, But to distribute to those people who are in need. ആവശ്യത്തിലിരിക്കുന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കാനാണ്. What does the Bible say? ബൈബിൾ എന്താണ് പറയുന്നത്? Fear came upon all the people. എല്ലാവരുടെ മേലും ഭയം വന്നു എന്നാണ് പറയുന്നത്. Brothers and sisters, പ്രിയ സഹോദരി സഹോദര, who asked those people to sell their property? അവരുടെ കാര്യങ്ങളൊക്കെയും വിറ്റുകളയാൻ ആരാ പറഞ്ഞത്? Did Apostle Peter tell people to sell their property? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞോ നിങ്ങൾ പോയി വിറ്റുകളയാൻ? No commandment. അവിടെ ഉപദേശം ഒന്നും പറഞ്ഞില്ല. No order like that. അവിടെ ഒരു ഓർഡറും അതിനായിട്ട് വന്നില്ല. No church order like that. സഭയിൽ അങ്ങനെ ഒരു ഓർഡറും വന്നില്ല. But when the Holy Ghost came on there, എന്നാൽ പരിശുദ്ധാത്മാവ് അവർ വന്നപ്പോൾ you know what happened? എന്താ സംഭവിച്ചതെന്നറിയാമോ? Got a glimpse of heavenly glory. ദൈവത്തിന്റെ സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ ഒരു പ്രകാശം അവരിൽ വന്നപ്പോൾ Their grip on gold was loosened. അവരുടെ സ്വർണത്തിലുള്ള അവരുടെ പിടി അയഞ്ഞു. Their grip on money was lost. അവരുടെ പണത്തിലുള്ള അവരുടെ പിടിക്ക് അയവ് സംഭവിച്ചു. So they threw away their property. അതുകൊണ്ട് അവർക്കുള്ള കാര്യങ്ങൾ വിറ്റുകളഞ്ഞു. They gave it to the apostles. അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. What for? എന്തിനു വേണ്ടി? Give it to the poor people. അത് ദരിദ്രർക്ക് കൊടുക്കുവാൻ വേണ്ടി. Brothers and sisters, സഹോദര സഹോദരി, are you Pentecostal? നിങ്ങൾ പെന്തക്കോസ്തുകാരാണോ? You are not Pentecostal if you are only Acts 2:4. അപ്പോസ്തല പ്രവൃത്തി 2:4 വരെ എത്തിയുള്ളെങ്കിൽ പെന്തക്കോസ്തുകാരല്ല. Only if
if you have Acts 2:44, you are Pentecostal. 2:44 വരെ എത്തിയെങ്കിലേ പെന്തക്കോസ്തുകാരാകത്തുള്ളൂ. I know you are angry with me, doesn't matter. നിങ്ങൾ എന്നോട് കോപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എനിക്കതൊരു വിഷയമല്ല. This is the last message. Evening I take a train and I will run away. ഇതെന്റെ അവസാനത്തെ മെസ്സേജാ. രാത്രിയിൽ വൈകിട്ട് ഞാൻ ട്രെയിൻ കയറി പോകും. Brothers and sisters, സഹോദര സഹോദരി, this is the Bible doctrine. ഇതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശം. If you mock the poor people, നിങ്ങൾ എളിയവനെ പരിഹസിച്ചാൽ, if you neglect the poor people, നിങ്ങൾ ദരിദ്രനെ തഴഞ്ഞാൽ, I am very sorry to make that statement. ഞാൻ ആ കാര്യം പറയുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. My Bible says, എന്റെ ബൈബിൾ പറയുന്നത്, he who despises the poor, എളിയവനെ ആദരിക്കാതിരിക്കുന്നവൻ, he mocks the Creator. അത് അവനെ സൃഷ്ടിച്ചവനെ പരിഹസിക്കുക. He mocks the Creator. അവനെ സൃഷ്ടിച്ചവനെ പരിഹസിക്കുക. I am standing here under the anointing of the Holy Spirit, ഞാൻ presenting to you the word of God. ദൈവത്തിന്റെ സന്ദേശം നിങ്ങളിലേക്ക് തരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. We all talk about fasting. നാം എല്ലാവരും ഉപവാസത്തെ കുറിച്ച് പറയും. What is true fasting? എന്താണ് യഥാർത്ഥ ഉപവാസം? It is not foregoing a few meals. അത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചില നേരത്തേക്ക് ഭക്ഷണം വിട്ടിരിക്കുന്നതല്ല. Not going without for 2-3 days. അത് 2-3 ദിവസം പട്ടിണിയിരിക്കുന്നതല്ല. That is one side. അത് അതിന്റെ ഒരു വശം. What is the other side? മറുവശം എന്താണ്? What is God's chosen fast? എന്താണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഉപവാസം? To share your bread with those who are breadless. അപ്പമില്ലാത്തവന് ഭക്ഷണമില്ലാത്തവന് നിന്റെ ഭക്ഷണം കൊടുക്കണം. That is the fasting that God desires. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം ആ ഉപവാസമാണ്. Whom to give? ആർക്ക് നൽകണം? Whom to give? ആർക്ക് നൽകണം? You are asking a question. Okay, brother, we will give, but whom to give? നിങ്ങൾ ചോദിക്കും, സഹോദര കൊടുക്കാൻ നിങ്ങൾ തയ്യാറാ, പക്ഷെ ആർക്കാ കൊടുക്കണ്ടേ? Not only to poor Christians. Anyone who is poor, you give it to. പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് പാവപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നൽകണം. Why? എന്തുകൊണ്ട്? What does the Bible say? ദൈവം എന്ത് പറയുന്നു? God makes his sun to rise on the good and the bad. ദൈവം സൂര്യനെ നല്ലവർക്കും നന്മ ചെയ്യുന്നവർക്കും ദോഷം പ്രവർത്തിക്കുന്നവർക്കും മേൽ ഒരുപോലെ ഉദിപ്പിക്കുന്നു. And he pours the rain both on the just and the unjust. നീതിയുള്ളവരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ അവൻ മഴ പെയ്യിക്കുന്നു. Because your Father in heaven is so perfect. Be perfect in all your ways. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സകല ഗുണത്തിലും പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകണം. We are talking about perfection. നാം പൂർണ്ണതയെ കുറിച്ച് സംസാരിക്കും. In the New Testament, that is the first place where the word perfection comes. അവിടെയാണ് പുതിയ നിയമത്തിൽ ആദ്യം പെർഫെക്ഷൻ പൂർണ്ണത എന്നുള്ള വാക്ക് വരുന്നത്. Doing good to people. ജനത്തിന് നല്ലത് ചെയ്യുന്നതാണ് പൂർണ്ണത. That is perfection. അതാണ് പൂർണ്ണത. No partiality. അവിടെ നാം ആരോടും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. Let me tell you something. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. 50% of Indians are living below the poverty line. 50% കൂടുതൽ ആൾക്കാര് ദാരിദ്ര്യ രേഖയ്ക്ക് കീഴേ ജീവിക്കുന്നവരാ. What is poverty line? എന്താണ് ദാരിദ്ര്യ രേഖ? If you don't even have one full meal a day, you are living below the poverty line. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ ഇല്ലെങ്കിൽ നിങ്ങളാണ് ദാരിദ്ര്യ രേഖയ്ക്ക് കീഴേ ജീവിക്കുന്നത്. How many times we eat every day? ഒരു ദിവസം നാം എത്ര നേരം ഭക്ഷണം കഴിക്കും? We are all suffering from cholesterol. നമുക്കെല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ട്. We are all suffering from obesity. ഒബേസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. Why? എന്തുകൊണ്ട്? Eating too much. ധാരാളം നമ്മൾ ഭക്ഷിക്കും. Too much we are eating. ഒത്തിരി നമ്മൾ അങ്ങ് ഭക്ഷിക്കും. There is someone who doesn't have anything to eat. എന്നാൽ മറുവശത്ത് ഒന്നും കഴിക്കാനില്ലാത്ത പലരുമുണ്ട്. You have too much of flesh over the bone. There are people who don't even have a skin over the bone. നമുക്ക് എല്ലിന് പുറത്ത് ധാരാളം മാംസമുണ്ട്, പക്ഷെ എല്ലിന്റെ പുറത്ത് തൊക്ക് പോലും ഇല്ലാത്ത ആൾക്കാർ അപ്പുറം കിടപ്പുണ്ട്. Some of us are praying for our healing. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. You know what the Bible says? എന്നാൽ ദൈവം എന്ത് പറയുന്നു അറിയാമോ? There is the man who has mercy on the poor. ദരിദ്രരോട് കരുണ കാണിക്കുന്നവനവൻ ഭാഗ്യവാനാണ്. What will happen? എന്ത് സംഭവിക്കും? God will turn his sick bed when he is down. അവന് രോഗസൗഖ്യം ദൈവം നൽകി കൊടുക്കും. We all want healing. നമുക്ക് എല്ലാവർക്കും രോഗസൗഖ്യം ആവശ്യമാണ്. I have gone to many healing crusades. ഞാൻ ധാരാളം ഹീലിംഗ് രോഗശാന്തി ക്രൂസൈഡുകളെ സംബന്ധിച്ചിട്ടുണ്ട്. Most popular healing preachers I have noticed. ഞാൻ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രോഗശാന്തി വരപ്രാപ്തർ എന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. Teach you how to be healed. എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നതെന്ന് അവർ പ്രസംഗിക്കും പറയും. Step number 1. ഒന്നാമത്തെ പടി. Step number 2. രണ്ടാമത്തെ പടി. Step number 3. മൂന്നാമത്തെ പടി. I'll be watching what that man is saying. ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. Important step he will leave. എന്നാൽ പ്രധാനപ്പെട്ട പടി അദ്ദേഹം പറയത്തില്ല. You know what is the important step? ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഏതാണെന്ന് അറിയാമോ? Have mercy on the poor. The Lord will heal you in your sick bed. നീ ദരിദ്രനോട് ദയ കാണിക്കുമ്പോൾ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. That is why I told you, brothers and sisters, Christianity, we have conveniently avoided some difficult doctrine. അതുകൊണ്ടാണ് നമുക്ക് പിൻചെല്ലുവാൻ പറ്റാത്തതായ കാഠിന്യമേറിയ പല ഉപദേശങ്ങളെയും കൃത്യമായി
ക്രിസ്തീയ സമൂഹം അറിഞ്ഞോ അറിയാതെയോ അങ്ങ് മാറ്റിവെച്ചു. How to be healed? എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നത്? Are you suffering from an incurable disease? നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രോഗത്തിന് അടിമയാണോ? Give 50% of what you have to the poor and then ask God to heal you. 50% നിങ്ങൾക്കുള്ളത് പാവങ്ങൾക്ക് കൊടുത്തിട്ട് ദൈവത്തോട് ചോദിക്കുക. He was a short man. അവനൊരു ചെറിയ മനുഷ്യനായിരുന്നു. He had a long desire. എന്നാൽ അവന് വലിയൊരു ആഗ്രഹം I ഉണ്ടായിരുന്നു. want to see Jesus. യേശുവിനെ എനിക്ക് കാണണം. He climbed up a tree. അവനൊരു മരത്തിന്റെ മുകളിലേക്ക് കയറി. He saw Jesus. അവൻ യേശുവിനെ കാണുന്നതിന് മുമ്പ് Jesus saw him. യേശു അവനെ കാണുകയാ. He wanted to see Jesus. അവൻ യേശുവിനെ കാണണം. But Jesus wanted to stay with him. എന്നാൽ യേശുവിന് അവനോട് കൂടെ താമസിക്കണം. Like Jack and Jill tumbling down off the hill, he just ran to his house. അവരെ രണ്ടുപേരും ഒരുമിച്ച് ഒരു മനസ്സോടെ ഭവനത്തിലേക്ക് പോവുകയാ. And there he stood at the door of his house. അവൻ വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറയുക. What did he say? അവൻ എന്താ പറഞ്ഞത്? Very first sentence, what did he say? ഒന്നാമത്തെ സെന്റൻസ് അവൻ പറയുന്ന വാചകം ശ്രദ്ധിക്കുക. Lord, I will give half of what I have to the poor. ദരിദ്രർക്ക് എന്റെ ജീവിതത്തിലെ പകുതി ഞാൻ അങ്ങ് കൊടുത്തേക്കാം. Hey man, I simply came to stay with you. ഞാൻ നിന്റെ അടുത്ത് താമസിക്കാൻ വെറുതെ വന്നതേ ഉള്ളൂ. യേശു I പറയാ. did not tell anything about your money. നിന്റെ പണത്തെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. യേശു പറയുക. Why are you talking about poor and giving half to the poor? പക്ഷെ നീ എന്നെ കണ്ടപ്പോൾ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്നും ദരിദ്രരെ കുറിച്ച് പറയുന്നത് എന്താ? You know what Zacchaeus will answer? സക്കായിയുടെ ഉത്തരം എന്തായിരിക്കുമെന്ന് അറിയാമോ? Some months ago I was listening to a preacher by River Jordan. ആ യോർദാനിന്റെ തീരത്ത് നിന്റെ ഒരു പ്രസംഗകനെ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. He said give 50% of what you have to the poor. നിങ്ങൾക്കുള്ളതിൽ 50% ദരിദ്രർക്ക് കൊടുക്കണമെന്ന് ആ പ്രസംഗകൻ പറഞ്ഞു. I did not like the teaching. ഞാൻ ആ പഠിപ്പിക്കൽ ഇഷ്ടപ്പെട്ടില്ല. So I left him. ഞാൻ അവനെ ഉപേക്ഷിച്ച് മാറിപ്പോയി. Today Jesus has come. എന്നാൽ ഇപ്പോൾ യേശു വന്നു. Why? എന്തുകൊണ്ട്? John the Baptist simply dipped people in water. ആ യോഹന്നാൻ സ്നാപകൻ ജനത്തെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു, മുക്കി. Water baptism you can dodge. ആ ജലത്തിലുള്ള സ്നാനം എങ്ങനെയെങ്കിലും അങ്ങ് നേടാം. Here is a fire baptizer. എന്നാൽ ഇവിടെ അഗ്നിയിൽ സ്നാനപ്പെടുത്തുന്നവൻ വന്നു. You cannot dodge fire baptism. എന്നാൽ അതിൽ ഉഴപ്പോടെ ഒഴിഞ്ഞ് മാറാനായിട്ടൊക്കത്തില്ല. I surrender. ദൈവമേ ഞാൻ അങ്ങ് സമർപ്പിക്കുക. 50% I give to the poor. 50% ദരിദ്രർക്ക് ഞാൻ നൽകാം. Jesus said today. ഇന്ന് യേശു പറയുന്നു. ഇന്ന് യേശു പറയുകയാണ്. Salvation has come to this house. നിന്റെ വീടിന് രക്ഷ വന്നു കഴിഞ്ഞു. I am preaching full gospel. ഞാൻ പ്രസംഗിക്കുന്നത് പൂർണ്ണ സുവിശേഷമാണ്. I am preaching Pentecostal truth. ഞാൻ പെന്തക്കോസ്ത് സത്യമാണ് I സംസാരിക്കുന്നത്. am preaching Bible doctrine. ഞാൻ ദൈവവചന ഉപദേശമാണ് സംസാരിക്കുന്നത്. What does the Bible say? ദൈവവചനം എന്ത് പറയുന്നു? Not out of compulsion. നിങ്ങൾ ആരും ഉദ്ദണ്ഡിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. Not out of calculation. നിങ്ങൾ കണക്ക് കൂട്ടിയുമല്ല. God loves a cheerful giver. എന്നാൽ ദൈവം സ്നേഹിക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ്. You know, every church gives envelopes to people to put some money as an offering. മിക്ക സഭകളിലും കവറുകൾ നൽകും, പണം നൽകി സഭയിൽ തിരിച്ചേൽപ്പിക്കുവാൻ. And invariably on the envelopes will a text written. ആ കവറിന്റെ പുറത്ത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വാചകം എഴുതിയേക്കും. You know what will be written? എന്തായിരിക്കും എഴുതിയേക്കുന്നത്? God loves a cheerful giver. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന വാചകം. That text is taken from 2 Corinthians 9th chapter. 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാചകം വരുന്നത്. If you closely look at that chapter, എന്നാൽ ആ അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ you know what is that context all about? അതിന്റെ പശ്ചാത്തലം എന്താ പറയുന്നേ? It is raising money for the poor people. അത് പാവങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതിനെയാണ്. It is a mobilization of money for some relief work. അവിടെ ദുരിതാശ്വാസം ദരിദ്രർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ധനശേഖരണമാണ്. We conveniently take it for our own pet projects. നമ്മൾ തന്നെ ഉദ്ദേശിച്ച് നമ്മൾ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ ആ വാചകം അടർത്തി എടുക്കും. Christianity, you have got water baptism, you have not got fire baptism. പ്രിയ ക്രിസ്തീയ വിശ്വാസികളെ, നിങ്ങൾ വെള്ളത്തിൽ സ്നാനം കഴിച്ചു ശരി തന്നെ, പക്ഷെ അഗ്നിയാൽ സ്നാനം കഴിക്കപ്പെട്ടിട്ടുണ്ടോ? You went into the water as a dry sinner, you came out of the water as a wet sinner. That is the only difference. നിങ്ങൾ ഉണങ്ങിയ പാപികളായി വെള്ളത്തിൽ പോയി നനഞ്ഞ പാപികളായി കേറി വന്നു, അത്രയും വ്യത്യാസം You need സംഭവിച്ചു. fire baptism. നിങ്ങൾക്ക് അഗ്നിയാലുള്ള സ്നാനം ആവശ്യമാണ്. What is the fire baptism? എന്താണ് അഗ്നിയാലുള്ള സ്നാനം? That fire baptism will keep the axe at the root of every tree. ആ അഗ്നിയാലുള്ള സ്നാനം എന്ന് പറയുന്നത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നത് പോലെയാ. What is the root of every tree? എന്താണ് വൃക്ഷത്തിന്റെ വേരെന്ന് പറയുന്നത്? Paul will say the love of money is the root of all evil. പൗലോസ് പറയും ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂലകാരണം വേരാണെന്ന് പറയും. That is why root is like every axe is laid at the root of every tree. അതുകൊണ്ടാണ് വൃക്ഷത്തിന്റെ വേരിൽ
കോടാലി വെച്ചിരിക്കുന്നത്. Now I am putting a lot of biblical texts together to bring forth this all important truth. Remember the poor. ഈ ദരിദ്രരെ നിങ്ങൾ ഓർക്കണമെന്നുള്ള ആത്മീക സത്യം, ദൈവവചന സത്യം നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ ഈ വാക്യങ്ങൾ മുഴുവൻ ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Then you are asking me, brother, please tell us what we should do. എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, സഹോദര പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? First of all, ഒന്നാമതായി, if you give 10% to your church, നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ 10% നൽകുന്നുണ്ടെങ്കിൽ that's very good. നല്ല കാര്യം തന്നെ. It's a good practice. ഒരു നല്ല രീതിയാണത്. Continue in that practice. നിങ്ങൾ അത് തുടരണം. Don't stop there. എന്നാൽ അത് നിർത്തരുത്. You give another 10% for poor people. മറ്റ് ഒരു 10% കൂടി ദരിദ്രർക്ക് നിങ്ങൾ നൽകണം. One tithe you give to your church. ഒരു ദശാംശം നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങൾ നൽകണം. Another tithe you give to the poor. മറ്റൊരു ദശാംശം നിങ്ങൾ ദരിദ്രർക്ക് നൽകണം. Don't ask me which Bible says that. ഏത് ബൈബിൾ അത് പറയുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. My Bible says 50%. എന്റെ ബൈബിൾ പറയുന്നത് 50%. 2 shirt, 1 shirt. രണ്ട് ഉടുപ്പുണ്ടെങ്കിൽ ഒരു ഉടുപ്പ് കൊടുക്കണമെന്ന് പറയുന്നത്. That is actually 50%. അത് 50%. If I talk about 50%, if some of you will die of heart attack here itself. ഞാൻ 50% കുറിച്ച് പ്രസംഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വന്ന നമ്മൾ ചിലരെങ്കിലും ഇവിടെ തന്നെ വീഴാൻ സാധ്യതയുണ്ട്. Then it will be the responsibility of these young people to go and bury you. നിങ്ങളെ അടക്കം നടത്തേണ്ടത് ഇവിടുത്തെ യുവജനങ്ങളുടെ കടമയായിട്ട് വരും. I don't want Ananias Sapphira experience here. അനന്യാസിന്റെയും സഫീറയുടെയും ആ ജീവിതാനുഭവം ഇവിടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Ananias Sapphira experience was in the matter of giving to the poor people, mind you. ദരിദ്രർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനന്യാസിന്റെയും സഫീറയുടെയും സംഭവം നടന്നതെന്ന് മറക്കരുത്. That is the first judgment. അത് ആദ്യത്തെ ശിക്ഷാവധിയാണ്. You don't need to start with the 50% now. അതുകൊണ്ട് ഇപ്പോൾ 50% കൊണ്ട് തുടങ്ങണ്ട. Start with the 10%. 10 കൊണ്ട് തുടങ്ങുക. First 10% you are giving to God. ആദ്യത്തെ 10% ദൈവത്തിന് കൊടുക്കുക. Next 10% you are not giving to God, you are lending to God. അടുത്ത 10% ദൈവത്തിന് വേണ്ടി അങ്ങ് കൊടുക്കുകയല്ല, ദൈവത്തിന് വേണ്ടി കടം കൊടുക്കുക. My Bible says, എന്റെ ബൈബിൾ പറയുന്നത്, he who shows mercy to the poor lendeth unto the Lord. ആ ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ ദൈവത്തിന് കടം കൊടുക്കുന്നത് പോലെയാണെന്ന് പറയുന്നത്. God will give it back to him, I tell you, with interest. No, I am sorry. With compound interest he will return it. നിങ്ങൾക്ക് പലിശ സഹിതം, കൂട്ടുപലിശ സഹിതം ദൈവം നിങ്ങൾക്ക് അത് മടക്കി തരും. So first 10% you give it to God. ആദ്യത്തെ 10% ദൈവത്തിന് നൽകണം. And next 10% you lend it to God. അടുത്ത 10% ദൈവത്തിന് കടം കൊടുക്കണം. Now there is an objection coming from some corners. എന്നാൽ ചില മൂലകളിൽ നിന്ന് ഇതിനൊരു എതിർവാദം വരുന്നുണ്ടായിരിക്കും. Brother, this is a social gospel. സഹോദര, നിങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു സാമൂഹിക സുവിശേഷമാണ്. It is not social gospel. ഇത് സാമൂഹിക സുവിശേഷമല്ല. What did Jesus say? യേശു എന്താണ് പറഞ്ഞത്? Preach the gospel സുവിശേഷം പ്രസംഗിക്കണം, and heal the sick. ആ രോഗികളെ സൗഖ്യമാക്കണം, Minister to the poor. ആ ദരിദ്രരെ നിങ്ങൾ ശുശ്രൂഷിക്കണം. If it is not soap, soup and salvation, let it be salvation, soap and soup. Why not? സോപ്പ്, സൂപ്പ്, സാൽവേഷൻ ഈ രീതി അല്ലെങ്കിൽ സാൽവേഷൻ, സോപ്പ്, സൂപ്പ് എന്ന് തിരിഞ്ഞെങ്കിലും ആകാം. My wife one day went to Brother Buxing. Buxing. ഭക്ത് സിംഗിന്റെ അടുത്തേക്ക് എന്റെ ഭാര്യ ഒരു ദിവസം പോയി. When he was very old, അദ്ദേഹം വളരെ പ്രായാധിക്യത്തിലായിരുന്ന സമയത്ത് came to Vellore Assembly. വെല്ലൂർ അസംബ്ലിയിൽ ഒരു ദിവസം കടന്നു വന്നു. We have heard so much about that great apostle. ആ നല്ല അപ്പോസ്തലനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. My wife took her newly purchased Bible to this great man of God അടുത്തിടെ തന്നെ വാങ്ങിച്ച പുതിയ ബൈബിളുമായിട്ട് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോയി. and asked Brother Buxing to autograph that Bible. ആ ബൈബിളിലെ ഓട്ടോഗ്രാഫ് എഴുതാനായിട്ട് എന്റെ ഭാര്യ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. Immediately he wrote down a scripture text. അവിടെ ഒരു ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം അദ്ദേഹം എഴുതി. My wife came back home and both of us turned to the Bible to see what reference it was. ഞാൻ എന്റെ ഭാര്യ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അദ്ദേഹം എന്താണ് എഴുതിയതെന്ന് അറിയാൻ തുറന്നു നോക്കി. What that reference was? ആ റെഫറൻസ് എന്തായിരുന്നു അറിയാമോ? If you want to be perfect, sell what you have, give it to the poor and then follow me. നിങ്ങളെ പൂർണ്ണരാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നിങ്ങൾക്കുള്ളത് വിറ്റ് കളഞ്ഞ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. My wife looked into my eyes and I looked into her eyes. എന്റെ ഭാര്യ എന്റെ കണ്ണുകളിലേക്ക് നോക്കി, ഞാൻ ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി. We were sitting on our sofa. ഞങ്ങളുടെ സോഫയിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. And nearest us was a very celebrated piano which was awarded the best prize for its best sound. ഒരു ഏറ്റവും അതിമനോഹരമായ നല്ല ഒരു പിയാനോ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. My wife told me, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, several weeks I have not touched this piano. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായി ഈ പിയാനോയിൽ തൊടുന്നില്ല. We are giving a lot of money to God. നമ്മൾ ദൈവത്തിന് ധാരാളം പണമൊക്കെ നൽകുന്നുണ്ട്. Because my wife and I, when we were earning, we were giving 51% to God and only 49 we kept for ourselves. ഞാനും എന്റെ ഭാര്യയും
സമ്പാദിക്കുന്ന പണത്തിന്റെ 51% ദൈവത്തിന് നൽകിയിട്ട് 49% മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. That is our doctrine. അത് ഞങ്ങളുടെ ഉപദേശമാണ്. And she looked at that piano. ആ സ്ത്രീ ആ പിയാനോയിലേക്ക് നോക്കി. There is a verse which says, sell what you have, give it to the poor, and then come and follow. ഇവിടെ ഒരു വാചകം പറയുന്നു, നിങ്ങൾക്കുള്ളത് വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ വന്ന് എന്നെ അനുഗമിക്കുക. Very afternoon, that very quality piano was sold. ആ നല്ല വിലയുള്ള പിയാനോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് വിൽക്കപ്പെട്ടു. And that money was given to 4 lepers who could not walk, and we provided some extra facilities. നടക്കുവാൻ കഴിയാത്തവർക്ക് നടക്കുവാൻ അല്പമെങ്കിലും സഹായിക്കുന്ന തരത്തിൽ 4 കുഷ്ഠരോഗികളെ സഹായിക്കുവാൻ ആ പണം ഞങ്ങൾ വിനിയോഗിച്ചു. I am not boasting, beloved. എന്നെ തന്നെ പുകഴ്ത്തി ഞാൻ പറയുകയല്ല. Because I am not supposed to broadcast all the alms deeds that what someone is doing. ചിലർ ചെയ്യുന്ന പിച്ച കൊടുക്കുന്ന സഹായിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പറയുവാനോ കാണിക്കുവാനോ ഉള്ള ജോലിയല്ല എന്റേത്. But I thought this testimony will be helpful. ഞാൻ ചിന്തിക്കുന്നു ഈ സാക്ഷ്യം നിങ്ങളെയും സഹായിക്കും. When you get back home, നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, today or tomorrow, ഇന്നോ നാളെയോ, go around your house. നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾ നടക്കണം. So many things which you have not used for many years. കഴിഞ്ഞ കാലങ്ങൾ വർഷങ്ങളായി നിങ്ങൾ ഉപയോഗിക്കാത്ത പല കാര്യങ്ങളും കാണും. Everything you put into the loft. അവിടെ എല്ലാം നിങ്ങൾ ഇങ്ങനെ ഒതുക്കി വീട്ടിൽ വെച്ചിരിക്കുക. You ladies, even old bottles you have kept. പഴയ കുപ്പികൾ പോലും സഹോദരിമാരെ നിങ്ങൾ അവിടെ ഇങ്ങനെ ഉപയോഗമില്ലാതെ എടുത്തിട്ടേക്കും. And you have forgotten what you have put into the loft. ആ അലമാരിയിലെ ഭിത്തിയിലൊക്കെ നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ മറന്നുപോകും. How many sarees you have not worn for years? വർഷങ്ങളായിട്ട് ഉടുക്കാത്ത എത്രയോ സാരിയുണ്ട്. How many things you have got in your house which you are not using? നിങ്ങൾ ഉപയോഗിക്കാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. Sell them. അതിനെ വിൽക്കുക. Sell them. വിറ്റുകളാ. And give it to the poor. അത് ദരിദ്രന് കൊടുക്കുക. Then come and follow. അതിനുശേഷം ഒന്നെ അനുഗമിക്കുക. That is perfection. അതാ പൂർണ്ണത എന്ന് പറയുന്നത്. Sometime if possible if I am called again, I will preach to you on perfection. Then you will understand what perfection is. ഇനി എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൂർണ്ണതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പൂർണ്ണതയെന്ന്. If you want to be perfect, നിങ്ങൾ പൂർണ്ണരാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ sell what you have. നിങ്ങൾക്കുള്ളത് വിൽക്കുക. Give to the poor. ദരിദ്രർക്ക് അത് കൊടുക്കുക. Then follow. അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. And with the head fallen, he walked away empty. ആ യുവാവ് തല കുനിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, മാറിപ്പോയി. Dear brothers and sisters, പ്രിയ സഹോദര സഹോദരി, God has chosen the poor of this world to confound the rich. ധനവാന്മാരെ ലജ്ജിപ്പിക്കാനായിട്ട് ദൈവം ഈ ലോകത്തിൽ ധനമില്ലാത്തത് തെരഞ്ഞെടുത്തു, ദരിദ്രന്മാരെ തെരഞ്ഞെടുത്തു. I want to conclude with just one illustration. ഒരു ഉദാഹരണത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കാം. Government of India has categorized people under their economical basis. ഇന്ത്യ ഗവൺമെന്റ് ആളുകളെ തരംതിരിക്കുന്നത് അവരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചാണ്. According to what they have categorized Indians. അവർക്കുള്ളത് വെച്ച് ആളുകളെ തരംതിരിച്ചാണ് ഗവൺമെന്റ് കാണുന്നത്. But I believe God categorizes people according to what they give. എന്നാൽ ദൈവം ആളുകളെ തരംതിരിക്കുന്നത് അവരെന്ത് കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. Forward community. ഫോർവേഡ് കമ്മ്യൂണിറ്റി. If you give more than what you can, you are forward community. നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാൻ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഫോർവേഡ് കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളാണ്. If you give just what you can, you are backward community. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് മാത്രം കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ പിന്നോക്ക വിഭാഗമാണ്. If you give less than what you can give, you are most backward community. എന്നാൽ നിങ്ങൾക്ക് കൊടുക്കാൻ ചിലത് കഴിയും, അതിലും കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക വിഭാഗമാണ്. If you don't give anything at all, you are scheduled caste. Yes, see. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും, പക്ഷെ ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റാ. If you are always grabbing and always receiving and never giving, you are scheduled tribe. എന്നാൽ നിങ്ങൾ ഷെഡ്യൂൾ ട്രൈബ് ആണ്. എങ്ങനെയെങ്കിൽ നിങ്ങൾ എപ്പോഴും പിടിച്ച എനിക്ക് മാത്രം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് കൈയടത്തുകയാണെങ്കിൽ. These are the 5 categories of communities in the church. എന്നാൽ സഭയിലുള്ള 5 തലത്തിലുള്ള ആൾക്കാരെ സമൂഹമാണിത്. Are you a forward community? നിങ്ങൾ ഒരു മുന്നോക്ക വിഭാഗമാണോ? That means you give more than what you can. അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നു. Are you a backward community? അതോ നിങ്ങൾ ഒരു പിന്നോക്ക വിഭാഗമാണോ? You give just what you can give. നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത് നിങ്ങൾ കൊടുക്കുന്നു.
About most backward community and scheduled caste and scheduled tribe, I don't want to. ബാക്കിയുള്ളതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. I have not come to hurt you. നിങ്ങളെ വേദനിപ്പിക്കുവാനും മുറിവേൽപ്പിക്കുവാനും അല്ല വന്നത്. I have not come here to break you. നിങ്ങളെ തകർക്കുവാനും മുറിവേൽപ്പിക്കുവാനും അല്ല ഞാൻ വന്നത്. I have come here to shake you. നിങ്ങളെ ഒന്നുകൂടി വിറപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനാണ് വന്നത്. This is a pure religion. ഇത് ആണ് സത്യസന്ധമായ ഭക്തി എന്ന് പറയുന്നത്. Remember the poor. ദരിദ്രനെ നിങ്ങൾ ഓർക്കണം. All eyes closed. എല്ലാ കണ്ണുകളും അടയട്ടെ. All heads bowed down. എല്ലാ ശിരസുകളും ദൈവസന്നിധിയിൽ വണങ്ങട്ടെ. I'm going to call you to make a decision. നിങ്ങൾ ഒരു തീരുമാനമെടുക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. As much as I laid aside a portion of my income for God's work. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു തുക ഞാൻ മാറ്റിവെക്കുന്നു. Not exactly another 10%. മറ്റൊരു കറക്റ്റ് 10% മാത്രമല്ല. I will set aside some definite portion for the poor. പാവങ്ങൾക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി എന്റെ സമ്പത്തിൽ കുറച്ച് ഞാൻ അങ്ങ് മാറ്റിവെക്കും. I will sacrifice comforts to uplift the downtrodden and the marginalized. ഈ ലോകത്തിലെ ദരിദ്രനെയും ത്യജിക്കപ്പെട്ടവനെയും ഉയർത്തുവാൻ വേണ്ടി എന്റെ ചില സുഖ സൗകര്യങ്ങളെ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. I will sell what I have, some of the things what I have to give to the poor. ദരിദ്രർക്ക് കൊടുക്കുവാൻ വേണ്ടി എനിക്കുള്ളതിന്റെ ചിലതിനെ വിൽക്കുവാൻ ഞാൻ ഇന്ന് തയ്യാറാണ്. Something I will positively do for the poor people. ദൈവത്തിന് ജനത്തിന് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി ക്രിയാത്മകമായി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. And that I will do regularly. അത് സ്ഥിരമായി ഞാൻ ചെയ്യാം. I know it is a difficult doctrine, but it is a fundamental doctrine. കഠിനമായ ഒരു ഉപദേശമാണെന്ന് എനിക്കറിയാം, പക്ഷെ അടിസ്ഥാനപരമായ ഒരു ഉപദേശമാണിത്. That is pure religion. അതാണ് യഥാർത്ഥ ഭക്തി. That is perfection. അതാണ് പൂർണ്ണത. If that is your decision, അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, I want to do something definite for the poor from now on for all my life. എന്റെ ജീവിതകാലം മുഴുവൻ ഇന്നു മുതൽ ദരിദ്രർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. If you decide like that, അത് തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, to tell God before this congregation, to honor God and glorify God, you please stand up where you are immediately. ദൈവത്തെ ബഹുമാനിക്കുവാനും ദൈവത്തിന്റെ മുൻപാകെ, ദൈവസഭയുടെ മുൻപാകെ ഈ തീരുമാനം വെളിവാക്കുവാനും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. Yes, stand up immediately. നിങ്ങൾക്ക് അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. Don't look here and there. You stand up if God has spoken to you. അവിടെയും ഇവിടെയും നീ നോക്കണ്ട. നിന്നോട് ദൈവം സംസാരിച്ചെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്കുക. I want to do something positive to the poor people. ക്രിയാത്മകമായി ദരിദ്രർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ I am not ആഗ്രഹിക്കുന്നു. satisfied with what I am doing. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തൃപ്തനല്ല. I want to do much more than what I have been doing. കൂടുതൽ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ I want to താല്പര്യപ്പെടുന്നു. sacrifice my comforts to the help the poor people. എന്റെ സുഖ സൗകര്യങ്ങൾ ചിലതിനെ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. Oh, I thank God for opening up my eyes this morning. കർത്താവേ, ഇത് പകൽക്കാലം എന്റെ കണ്ണുകളെ അങ്ങ് തുറന്നതിനാൽ സ്തോത്രം. Remember the poor. ദരിദ്രനെ ഓർക്കുവാൻ, To show mercy to the poor. ദരിദ്രനോട് അനുകമ്പ കാണിക്കുവാൻ. Because our God is a God of the poor. കാരണം നമ്മുടെ ദൈവം എളിയവന്റെ ദൈവമാണ്. Praise God. Over half of the congregation is standing here. ഇവിടെ ഇരിക്കുന്ന ആളുകൾ പകുതിയിൽ കൂടുതൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. About the 3,000 people who have gathered, nearly 1,500 people are standing here. 3000 പേർ ഇവിടെ ഉണ്ടെങ്കിൽ 1500 പേർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. It is more blessed to give than to receive. ആ നൽകുന്നതാണ് സ്വീകരിക്കുന്നതിനേക്കാൾ അനുഗ്രഹം. Gracious Heavenly Father, കരുണയുള്ള സ്വർഗ്ഗീയ പിതാവേ, thank you for your wonderful visitation of your Spirit through your word in this congregation this morning. ഈ ജനത്തിന്റെ ഇടയിൽ ഇത് രാവിലെ കാലം അങ്ങയുടെ ആത്മാവിലൂടെ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. We are very sorry for the neglect of this doctrine. കർത്താവേ, ഈ ഉപദേശം ഞങ്ങൾ ഇത്രയും കാലം തഴഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് കർത്താവേ. How much you love us. That is why the Holy Spirit has reminded us of all that Jesus has spoken. കർത്താവേ, നീ ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ സംസാരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളോട് ഇന്ന് പകൽക്കാലവും ഇടപെട്ടത്. Oh, we want to thank you for the ministry of the Holy Spirit this morning. കർത്താവേ, ഇന്ന് രാവിലെ കാലം അങ്ങയുടെ ആത്മാവിന്റെ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. I thank you, Lord, for all these dear brothers and sisters who are standing in such large numbers to say they will do something very different from now on for the poor people. കർത്താവേ, ധാരാളം ആൾക്കാർ ഇവിടെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. ഇന്നു മുതൽ ദരിദ്രർക്ക് വേണ്ടി, എളിയവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നു മുതൽ അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ. I pray, oh God, that you seal every one of their desire and decision. Help them, oh God, to actually apply it and do it and execute it in their life. അവരുടെ ആഗ്രഹത്തെയും അവരുടെ തീരുമാനത്തെയും അങ്ങ് ഉറപ്പിച്ചിട്ട് അത് ചെയ്യുവാൻ, അതിൽ തന്നെ ഉറപ്പോടെ നിന്ന് മുന്നോട്ട് പോകുവാനും നിലനിൽക്കുവാനും അങ്ങ് സഹായിക്കുമാറാകണമേ. I pray, oh God, that you make every one of them a radical Christian. ഒരു സമൂലമായി പരിവർത്തനമുള്ള വിപ്ലവകരമായ ക്രിസ്ത്യാനികളാക്കി അവരെ അങ്ങ് തീർക്കണമേ. Make them perfect Christians. അവരെ പൂർണ്ണതയുള്ള ക്രിസ്ത്യാനികളാക്കണമേ. Let men see their good works and glorify the Father. അവരുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് പിതാവായ ദൈവത്തെ
ജനം മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. Commit all these dear ones into the word of your grace. ഈ പ്രിയപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Thank you and God bless you. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.